നല്ല ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തമ വിശ്വാസമില്ലാത്ത ഒരു കാര്യം ഉള്ളിൽ തട്ടി പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അന്ന് സാഹചര്യ തെളിവുകൾ മുഴുവൻ അദ്ദേഹത്തിനെതിരായിരുന്നു. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴും മനസ്സിലാക്കുന്നത്, ആ സോളാർ കേസ് ഇത്രയേറെ കത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞൊരു കാര്യത്തിൽ വസ്തുതാപരമായിട്ടുള്ള പിശകുണ്ടായിരുന്നു. അവരെ അറിയില്ല എന്ന് പറഞ്ഞതായിരുന്നു സത്യത്തിൽ ആ വിഷയം ഇത്രയും കത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് ശരിയായിരുന്നില്ല എന്നുള്ളത് പിന്നീടുള്ള ഫോട്ടോ അടക്കം നിരവധി സംഭവങ്ങൾ പിന്നീട് ബോധ്യപ്പെട്ടു. അപ്പോൾ അവിടെ നിന്നാണ് ആ കേസ് ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും നല്ല രൂപത്തിലുള്ള വിശ്വാസ്യത വന്നു. ഞാനെന്ന് മാത്രമല്ല, ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നു എന്ന നിലയിൽ, വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടന്നു എന്നുള്ള നിലയിലുള്ള വലിയ പിന്നെ CPM ആണല്ലോ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സംവിധാനവും സംഘടനാപരമായ അവരുടെ ശേഷിയും വളരെ മികവുറ്റത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചാരക്കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. സമാന സ്വഭാവത്തിലായിരുന്നല്ലോ ചാരക്കേസ്. ഇതിൻ്റെ 4-1 പോലും അതിലുണ്ടായിരുന്നില്ല. ചാരക്കേസിൻ്റെ കാര്യത്തിൽ ഒരു മുഖ്യമന്ത്രി തന്നെ രാജിവെക്കുന്ന സ്ഥിതി വരെ എത്തിച്ചേർന്നതാണ്.